ഏതാണ്ട് 2 മാസത്തെ ട്രോളിംഗ് നിരോധനം കഴിഞ്ഞ് മത്സ്യബന്ധന ട്രോളിംഗ് ബോട്ടുകൾ കടലിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ മെയിൻ്റനൻസ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറഞ്ഞാൽ അവരുടെ വലകളാണ്. അപ്പോൾ ഈ വലകൾ നെയ്യുന്നത് ഒരു പ്രത്യേക വിഭാഗം ആൾക്കാരാണ്. ഇത് കൊല്ലം ശക്തികുളങ്ങര ഹാർബറിൻ്റെ ഒരു ദൃശ്യമാണ്. ഇവിടെ വലകൾ സജ്ജമാവുകയാണ്. വലകളെന്ന് പറഞ്ഞാൽ ട്രോളിംഗ് ബോട്ടുകൾക്ക് പ്രത്യേകതരം വലകളാണ്. അപ്പോൾ അത് കൊല്ലത്ത് തന്നെ മറ്റൊരു തീരപ്രദേശമായ ഇരേപുരം എന്ന് പറയുന്ന സ്ഥലത്തുള്ള തൊഴിലാളികളാണ് ഈ വല നെയ്യുന്നതല്ല, വല ഒരു പ്രത്യേക രീതിയിൽ അത് തയ്യാറാക്കണം. കടലിൻ്റെ അടിത്തട്ടിന് പാകമാകുന്ന തരത്തിൽ പലതരം റോപ്പുകളും നൂലുകളും ഉപയോഗിച്ച് വല ഉണ്ടാക്കുന്നതൊരു പ്രത്യേക സ്പെഷ്യലൈസ്ഡ് ജോബാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വല നെയ്യുന്ന അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആളിനെ നമുക്ക് പരിചയപ്പെടാം. എന്താ പേര്? ലിബിൻ. എവിടെയാ സ്ഥലം? അപ്പോൾ ഇത് ഈ ബോട്ടുകളിലെ വലയല്ലേ? ഇത് നിരോധനത്തിന് തൊട്ട് മുമ്പായിട്ട് ഒരു മാസം മുമ്പ് തന്നെ നമ്മൾ പണികൾ തുടങ്ങും. അവർക്ക് വേണ്ട പുതിയ വല, പഴയ വല, മെയിൻ്റനൻസ് പണി, ഇങ്ങനെ ഒരേ രീതിയിൽ നമ്മൾ വലകൾ ഒരേ മോഡലിൽ ചെയ്ത് കൊടുക്കും. ഇപ്പോൾ കടലിന് വളരെ അപകടം ഉണ്ടാക്കുന്ന ഒരു വലയെക്കുറിച്ച് ഇപ്പോൾ ആളുകൾ, മത്സ്യത്തൊഴിലാളികൾ പറയാറുണ്ടല്ലോ, ഗുജറാത്ത് വല. അങ്ങനെ ഒരു തരം വല ഇറങ്ങിയിട്ടുണ്ടോ? നമ്മളിതുവരെ വലകൾ ചെയ്തിട്ടില്ല. ഇല്ല. എന്താ അതിൻ്റെ പ്രത്യേകത? എന്താ അതിന് കൂടുതൽ കര വലിക്കുന്നതാണത്. 8 മാറും 9 മാറും വെള്ളത്തിൻ്റെ വലിക്കുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ചെമ്മീന് വേണ്ടിയിട്ടുള്ള കരിക്കാടി വല, അപ്പോൾ അങ്ങനെ ചൂടൻ വല, മീൻ വല, അങ്ങനെ അതിൻ്റെ ഒരു പ്രത്യേകതകളൊന്ന് പറയാം. ഒരേ രീതിക്ക് ഒരേ വലയുണ്ട്. ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുന്നത് കിളിക്കും കരുതനുള്ള വലയാണ്. അതാണൊക്കെ തന്നെ നമ്മൾ പൂവാലി വല സെറ്റ് ചെയ്യുമ്പോൾ ഇച്ചിരി അടങ്ങിയ വല വെക്കും. കണക്കി വല സെറ്റ് ചെയ്യുമ്പോൾ ഇച്ചിരി കനത്ത വലയും അടങ്ങിയ വലയാണ് വെക്കുന്നത്. ഒരേ വലയ്ക്കും ഒരേ മെത്തേഡുണ്ട്, അതിന് ഒരു രീതിയുണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കടലിൻ്റെ അടിത്തട്ടിലെ വലിയ കല്ലുകൾ, ഉടക്കുകളൊക്കെ ഉള്ള അതിനെ അതിജീവിക്കുന്ന പാരിൻ്റെ പുറത്ത് വലിക്കുന്ന വലകളുണ്ടെന്ന് പറയും. ഉണ്ട്. അതായത് കനം കൂടിയ വലയും പിന്നെ അതിൻ്റെ നമ്മൾ താഴെ റോപ്പിനകത്ത് നമ്മൾ ബുഷിടും, റോളറുകളൊക്കെ. അപ്പോൾ അത് കല്ലിൻ്റെ പുറത്തുകൂടി കയറി വലകളെ തട്ടാതെ കുറച്ച് മാറി പോകും. തട്ടല വല മുറിയും, എന്നാലും കുറച്ച് ഒഴിഞ്ഞു മാറും. നമ്മൾ വലിയ ബുഷിടുമ്പോൾ അത് നമ്മൾ പറയുന്ന ബുഷെന്നാണ്, വലിയ റോളർ പോലെ കെട്ടിയിടും. അപ്പോൾ നിങ്ങൾക്ക് വർഷത്തിൽ 365 ദിവസവും ഈ മേഖലയിൽ തൊഴിലുണ്ടോ? തൊഴിലില്ല, അങ്ങനെയില്ല. നമുക്ക് ബോട്ടുകാർക്ക് പണിയുണ്ടെങ്കിൽ നമുക്കും പണിയുണ്ട്. ചിലപ്പോൾ ഒരാഴ്ച വരുന്ന 3 ദിവസം പണിയാണ്, 4 ദിവസം നമ്മൾ തിരിച്ചു പോകും. പക്ഷേ കടലിൽ പണിയുണ്ടെങ്കിൽ നമുക്ക് സ്ഥിരം പണിയുണ്ട്. ചിലപ്പോൾ ബോട്ട് ഒന്നുമില്ലാതെ അവർ കൊട്ട് കെട്ടിയിടുമ്പോൾ നമ്മൾ വീട്ടിലാവും. ഈ ഒരു വലയ്ക്ക് ശരാശരി ഇപ്പോഴത്തെ ഈ നിങ്ങളുണ്ടാക്കുന്ന ഈ ഒരു വലയ്ക്ക് എത്ര രൂപ അതിന് ചിലവാകും? ഈ വലയ്ക്ക് 75 രൂപയുള്ളൂ ഈ ചിലവ്. 75 എന്ന് പറഞ്ഞാൽ 75,000 രൂപ ഈ ഒരു വലയ്ക്ക് നമുക്ക് ചിലവാകും. പക്ഷേ 1 ഒത്താവുന്ന വലയുണ്ട്, 2.5 ലക്ഷം രൂപ വലയുണ്ട്, പല ഇതുണ്ട്. നമ്മൾ ഒരേ പടിഞ്ഞാറ് കയറുമ്പോഴത്തേക്ക് പൈസയ്ക്ക് വല മൊത്തം നമ്മൾ തോനെടുക്കേണ്ടി വരും. കടലിൻ്റെ വല വലിക്കുന്ന കടലിൻ്റെ വ്യത്യാസം അനുസരിച്ചാണ് വലകളുടെ മാറ്റം വരുന്നത്, വലിപ്പത്തിലും വരുന്ന മാറ്റം. കരകടലിൽ വലിക്കുമ്പോൾ ചെറിയ വല മതി, പടിഞ്ഞാറ് കയറുമ്പോൾ വലിയ വല വേണ്ടി വരും. അതിന് നീളം എന്ന് പറയുന്നത് മാറിലാണ്, അങ്ങനെയാണ് നമ്മൾ മാറ പറയുന്നത്. ഇത് വന്നിരിക്കുന്നത് 26 മാറ് നീളമാണ്. നമ്മൾ വലിയ ബോട്ടുകാർ കിളിക്കും കഴിയുന്നതിനും വലിക്കുന്ന വലയാണ് ഈ വല. അപ്പോൾ ഇത് എത്ര നാൾ ഉപയോഗിക്കാൻ പറ്റും ഒരു വല? ഒരു വല നമുക്ക് മുറിയാതെ എൽസ 3-ൽ അമർന്നിരിക്കുന്ന കണ്ടെയ്നറുകൾ മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനത്തിന് ഒരു തടസ്സമാണ് എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. എങ്ങനെയാണ് കണ്ടെയ്നർ പിടിക്കാമെന്ന് വെച്ചാൽ ഇവരൊക്കെ ആ ബോട്ടിൽ അടുത്ത കൊല്ലം നമുക്ക് വലിക്കാം. എങ്ങനെ കണ്ടെയ്നർ ഇരിപ്പുണ്ടോ? കടലിൽ ഇരിപ്പുണ്ട്. അവസാനം ബോട്ട് അടയ്ക്കുന്ന 1 മാസം മുമ്പ് കണ്ടെയ്നർ പിടിച്ച് ഇഷ്ടംപോലെ വല പോയിട്ടുണ്ട്. അത് ഫിഷിംഗ് ഗ്രൗണ്ടിൽ ഇരിക്കുന്ന കണ്ടെയ്നറുകളായിരിക്കും. അവർക്ക് മീൻ കിട്ടുന്ന സ്ഥലത്താണ് ഈ കണ്ടെയ്നർ ഇരിക്കുന്നത്. ഒരു വല കീറിയാൽ എത്ര നഷ്ടം വരുന്നത്? വല കീറിയാൽ ഇപ്പോൾ അവരുടെ പണിയും ക്യാപിറ്റൽ 2 ലക്ഷം രൂപ നഷ്ടം വരും.
ഇപ്പോൾ 80,000 വല പോയി, അതിൻ്റെ കൂടെ ഒരു 80,000 ബോർഡ് പോകും, അതിൻ്റെ റോപ്പ് പോകും, പിന്നെ അവരെ എണ്ണ എല്ലാം കൂടി ഒരു 2.5 ലക്ഷം നഷ്ടം അവർക്ക് ഉണ്ടാവും ഒരു വലയ്ക്ക്. കണ്ടെയ്നർ തീരക്കടലിൽ താഴ്ന്നിരിക്കുന്ന എൽസ-3 എന്ന കപ്പൽ, അതിനുള്ളിലെ കണ്ടെയ്നറുകൾ മത്സ്യത്തൊഴിലാളികൾക്ക് ദോഷം വരുന്നു എന്ന് നമ്മൾ പറയുന്നെങ്കിലും അതിൻ്റെ യാഥാർത്ഥ്യം ഇതാണ്. ഫിഷിംഗ് ഗ്രൗണ്ടിൽ താഴ്ന്നിരിക്കുന്ന കണ്ടെയ്നറുകൾ വല മുറിക്കുകയും ആ വല മുറിച്ചാൽ അവരുടെ തൊഴിൽ നഷ്ടവും അതുപോലെ തന്നെ സാമ്പത്തിക നഷ്ടവും ഏതാണ്ട് ഒരു ട്രോളിംഗ് ബോട്ടിന് ഏറ്റവും കുറഞ്ഞ 2 ലക്ഷം രൂപ വരെ നഷ്ടം വരുമെന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നീട് ഈ കറുത്ത നിറം എന്താ? കറുപ്പും ചുവപ്പും നിറം. കറുപ്പും ചുവപ്പും നിറച്ച് നമുക്ക് ഇച്ചിരി മീൻ അധികം കിട്ടും. ഫ്രാങ്കുമാര് പറയുന്നത് മീൻ വലയ്ക്ക് മീൻ കാണാൻ പറ്റത്തില്ല വല. നിങ്ങൾ ട്രോളിംഗ് ബോട്ടിന്റെ വലകൾ മാത്രമാണോ അതോ വള്ളത്തിന് വല ചെയ്യാറില്ല? ഇല്ല, നമുക്ക് ട്രോളിംഗ് ബോട്ട് മാത്രമേ ഉള്ളൂ. ഇതെങ്ങനെ ഇത് പഠിച്ചെടുത്തത്? നമ്മളെ അപ്പന്മാര് നമ്മളെ കൊണ്ട് കൊച്ചു പ്രായത്തിലേക്ക് കൊണ്ടുവന്ന് വല അറയ്ക്കാൻ പഠിപ്പിച്ച്, പിന്നെ ഓരോ ആൾക്കാരെ കീഴിൽ നിന്ന് നമ്മളെ കുറെ വേപ്പൂരും പുതിയാപ്പയെല്ലാം പോയി അവിടെ നിന്ന് കുറേ പണി പഠിച്ചെടുത്താണ് നമ്മുടെ ഈ നാട്ടിൽ ഒന്ന്. വല സെറ്റ് ചെയ്യുന്നതിന് ഒരു പേറ്റന്റ് ഒരു പേറ്റന്റ് ഉണ്ടോ? ഒരു രഹസ്യമുണ്ടോ വല സെറ്റ് ചെയ്യുന്നത്? രഹസ്യമുണ്ട് ഇതിനകത്ത്. നമ്മള് കുറെ കാലങ്ങൾ ചിന്തിച്ച് കണക്ക് കൂട്ടിയിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് അടിത്തട്ടിലെ കടലിന്റെ അടിത്തട്ടിലാണോ ചിന്തിക്കുന്നത്? ചിന്തിക്കും, ബോട്ടിന്റെ വലിവ് ചിന്തിക്കും. ഒരേ ഇഞ്ചിന് പല പല വലിവാണ്, സ്പീഡും കാര്യങ്ങളൊക്കെ. 510 ഇഞ്ചിനുണ്ട്, 400 ഇഞ്ചിനുണ്ട്, 250 ഇഞ്ചിനുണ്ട്. അപ്പോൾ അവർക്ക് ഓരോ പവറിൽ നമ്മൾ ഒരേ ചെറിയ വലയും കൊടുക്കും, വെയിറ്റ് കുറച്ച് കൊടുക്കും. പല രീതിയിലാണ് വല കൊടുക്കുന്നത്. കണക്കുണ്ട് എല്ലാത്തിനും. അപ്പോൾ അതാണ് ഇതിനകത്ത് ആശാന് കിട്ടിയിരിക്കുന്ന ഒരു രഹസ്യം അല്ലേ? നമുക്ക് എല്ലാം ചിന്തിച്ച് ശരിയാകത്തുള്ളൂ. നമ്മളൊരു വല എടുക്കുമ്പോൾ ബോട്ട് നമുക്ക് വലിച്ച് മീൻ കിട്ടുമെന്ന് നമ്മൾ ചിന്തിക്കുക ആദ്യം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വെയിറ്റും കാര്യങ്ങളൊക്കെ കുറയ്ക്കും. വലിപ്പം കുറയ്ക്കും, നീളം കുറയ്ക്കും, കണ്ണി പെരുക്കം കുറയ്ക്കും. പല പല കാര്യങ്ങളുണ്ട്, കണക്കൂട്ടലുണ്ട്. കണക്കൂട്ടാതെ നമുക്കൊന്നും നടക്കത്തില്ല. നമ്മളൊരു വല മാത്രം ചെയ്തു കൊടുത്താൽ അവർക്ക് മീൻ കിട്ടുമെന്നും ഇല്ല. ആ ബോട്ടിൽ വലിച്ച് നമുക്ക് മീൻ കിട്ടുമെന്നുള്ളത് നമുക്കൊരു കണക്കൂട്ടൽ വേണം. ആ രീതിയിൽ നമുക്ക് വല ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഒരു പുതിയ ബോട്ട് ഇറങ്ങുമ്പോൾ നിങ്ങൾ വല സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ടല്ലോ. അപ്പോൾ എത്ര വലകളാണ് ഒരു മിനിമം കരുതുക? ഒരു ബോട്ടിൽ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന പറഞ്ഞാൽ ആദ്യം എന്ത് പണി നടക്കുന്നു അതിനനുസരിച്ച് ഒരു 4-5 വല സെറ്റ് ചെയ്യും. പിന്നെ അത് ഓരോ പണി നടക്കാനൊക്കെയാണ് ഓരോ വലകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ബോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് എല്ലാ വലയും ഒരു 10-12 വലയും സെറ്റ് ചെയ്യും. അതിപ്പോൾ ഇല്ല. ഇപ്പം അങ്ങനെയില്ല. ഒരു ബോട്ട് ഇറങ്ങുമ്പോൾ ആദ്യം എന്ത് പണി, ആ പണിക്കനുസരിച്ച് വല എടുത്ത് സെറ്റ് ചെയ്യും. പിന്നെ അടുത്ത് എന്ത് പണി വരുന്നു അന്നേരം ആ വല സെറ്റ് ചെയ്യും. പണ്ട് അങ്ങനെയല്ല, ഒരു ബോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു 10-12 വല ഒരുമിച്ച് അങ്ങ് സെറ്റ് ചെയ്യും. ഇങ്ങനെ പണി നടക്കുന്നവർക്ക് ഉറപ്പുണ്ട്. പക്ഷെ ഇപ്പം അങ്ങനെ ഉറപ്പില്ല എന്ത് പണി നടക്കുന്നുള്ളത്. ഈ ശംഖ് അങ്ങനെയൊക്കെയുള്ള അടിത്തട്ടിൽ നിന്ന് കിട്ടുന്ന ഭാരമേറിയ ചില മത്സ്യസമ്പത്തുണ്ടല്ലോ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള വലകൾ എങ്ങനെയാണ് നിങ്ങൾ അതിന്? ഈ റോപ്പാണോ, എന്താണ് അതിന് പ്രത്യേകത? അത് ഇതാണൊക്കെ തന്നെ റോപ്പും വെയിറ്റുമാണ്, ചെറിയ വലയാണ്. അത് ഇതാണൊക്കെ 2 മാസത്തെ പണിയുള്ളൂ, സ്ഥിരം പണിയില്ല. അത് ബോട്ട് അടയ്ക്കുന്നതിന് തൊട്ട് 2 മാസം മുമ്പാണ് ആ പണി നടക്കുന്നത്. ആ പണി നമുക്ക് പക്ഷേ കാറ്റും കടലും എല്ലാം വന്നതല്ലേ ആ പണി നടക്കത്തുള്ളൂ. കോളെടുത്ത് കടലിളക്കണം. കടലിളക്കുമ്പോൾ ചങ്ക് കൂടുതൽ കിട്ടും. അപ്പോൾ നിങ്ങളുടെ തൊഴിൽ എന്ന് പറയാൻ ബോട്ട് വല കീറി വരുമ്പോഴാണ് നിങ്ങൾക്ക് പിന്നെ തൊഴിൽ വരുന്നത്. അത് സ്ഥിരമായി തൊഴിലില്ല യഥാർത്ഥത്തിൽ. നമുക്ക് ഫിഷിംഗ് ഫീൽഡിൽ അവർ ബോട്ടുകാർ പോയി പണിയുണ്ടെങ്കിൽ നമുക്കും പണിയുണ്ട്. ജീവിതം എങ്ങനെ പോകുന്നു നിങ്ങളുടെ? ജീവിതം എങ്ങനെ പോകുന്ന വെച്ചാൽ മറ്റേ കടലിൽ മീനുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം സുഖം. നിങ്ങൾ യഥാർത്ഥത്തിൽ മത്സ്യത്തൊഴിലാളിയാണോ? ആണ്. അത് ഈ ഇതിലേക്ക് വന്നു എന്നുള്ളേ ഉള്ളൂ? ഇതിലേക്ക് വന്നേ ഉള്ളൂ. ഞാൻ നല്ലൊരു വള്ളത്തിൽ പോകുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ പേര് എങ്ങനെ പറഞ്ഞു? എൻ്റെ പേര് ലിവിൻ. ഞാൻ വാടിയിൽ 5 കൊല്ലം കൊണ്ട് വള്ളത്തിൽ പോയ ഒരാളാണ്. ഈ മത്സ്യബന്ധന യാനങ്ങൾക്ക് വലകൾ നെയ്ത് കൊടുക്കുന്ന ലിവിൻ യഥാർത്ഥത്തിൽ മത്സ്യത്തൊഴിലാളിയാണ്. നല്ല രീതിയിൽ വള്ളത്തിൽ പോയി മത്സ്യബന്ധനം നടത്തിക്കൊണ്ടിരുന്നവരാണ്. പക്ഷേ ഈ ഇരേവരം പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളിൽ ഒരു വിഭാഗം ഈ മത്സ്യബന്ധന വലയുണ്ടാക്കി അതിൻ്റെ അനുബന്ധ പ്രവർത്തകരായിട്ട് ജീവിക്കുന്നു. ഇവരുടെ തൊഴിൽ ശാശ്വതമല്ല എങ്കിൽ പോലും ഇവർക്ക് ഒരു പ്രതീക്ഷയുണ്ട്. കാരണം കടലിൻ്റെ അടിത്തട്ടും ബോട്ടിൻ്റെ വലിവും അതിൻ്റെ ക്ഷമതയും ഒക്കെ മനസ്സിലാക്കി ഒരു പ്രത്യേക കണക്കുകൂട്ടലിലാണ് ഇവർ ഒരു വല സെറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ആ വൈദഗ്ധ്യം പോലെയാണ് കടലിൽ നിന്നും മത്സ്യം ബോട്ടുകൾക്ക് ലഭിക്കുന്നത്. ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് ഈ ഒരു വ്യവസായം വിജയത്തിലേക്ക് വരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം.